എല്ലാവർക്കും ചായ രുചി കലവറയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുമ്പളങ്ങ കൊണ്ടും ഗ്രീൻ പീസ് കൊണ്ടും ഉണ്ടാക്കിയ ഒരു കറിയാണ്. അത് എൽശ്ശേരിയുടെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഒരു സ്പെഷ്യൽ കറിയാണത്. അപ്പം അതിന് ഞാൻ ഒരു പേരിട്ടു, കുമ്പളങ്ങശ്ശേരി. കുമ്പളങ്ങ കഷ്ണാക്കിയത്, 1/2 കപ്പ് ഗ്രീൻ പീസ് കുതിർത്ത് വേവിച്ചത്, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വേപ്പില, ഒരു ചെറിയ സ്പൂൺ കടുക്, 2 വറ്റൽമുളക് കഷ്ണാക്കിയത്, തേങ്ങയും 1 നുള്ള് ജീരകം കൂടി മിക്സിയിൽ അരച്ചത്. നന്നായി അരണ്ട ആവശ്യമില്ല. 2 സ്പൂൺ തേങ്ങ വറുത്തത്, വെളിച്ചെണ്ണയിൽ വറുത്തത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഒരു കുക്കർ ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുമ്പളങ്ങ ആയ കാരണം 1 തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇനി കുക്കർ അടച്ച് വയ്ക്കണം. ഒരു വിസിലടിച്ചാൽ മതി. എന്താകും, എൻ്റെ ഒരു വിസിലുകൊണ്ട് കുമ്പളങ്ങ വെന്ത് കിട്ടും. കുക്കർ അടച്ച് 2 വിസിൽ വരുന്നത് കഴിക്കുക. കുമ്പളങ്ങ നന്നായി വെന്ത് കിട്ടണം. കുമ്പളങ്ങ വെന്തോന്ന് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കുമ്പളങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പളങ്ങ നന്നായി വെന്തു. ഇതൊന്ന് കുറച്ച് വറ്റുമ്പോൾ വേണം ഗ്രീൻ പീസ് ഇടാൻ. നമുക്കിതിൽ കുമ്പളങ്ങ വെള്ളം വറ്റി. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. തേങ്ങ ഒന്ന് വറ്റി കിട്ടണം. കുറച്ച്, അധികം വേണ്ട, കുറച്ച് വറ്റണം. ഈ പാകമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ട തേങ്ങ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം നമുക്ക്. ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് വറക്കാതെ വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്.
നമ്മുടെ എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞു.